ഡൽഹിയിലെ പ്രതാപ് നഗറിൽ രണ്ടുപേർ വെടിയേറ്റ് മരിച്ചു. ഹർഷവിഹാർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സുധീർ എന്ന ബാണ്ടി, രാധോയ് പ്രജാപ് എന്നിവർ ആക്രമികളുടെ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത്. പരിക്കേറ്റ രണ്ടുപേരെയും ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നു. ജിഷ്ണു കൃഷ്ണൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ജിഷ്ണു, ഈ വെടിവെപ്പുണ്ടാകുവാനുള്ള കാരണം എന്താണ്? ഒപ്പം ഈ CCTV ഫുട്ടേജുകൾ ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നുണ്ടല്ലോ, അതിൽ എന്തെങ്കിലും തെളിവുകൾ ഈ ക്രിമിനലുകളുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ടോ ജിഷ്ണു? ഡൽഹിയിൽ പ്രതാപ് നഗറിലാണ് അജ്ഞാതരുടെ വെടിയേറ്റ് രണ്ടുപേർ മരിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. ഹർഷവിഹാർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെടിവെപ്പിൽ സുധീർ എന്ന ബണ്ടി, രാധോയ് പ്രജാപതി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. പക്ഷേ എന്താണ് ഈ വെടിവെപ്പിലേക്ക് നയിക്കാനുണ്ടായ കാരണം, അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിന് പിറകിലെ എന്താണ് ഉണ്ടായത് എന്നത് സംബന്ധിച്ചൊരു വിശദാംശങ്ങൾ നിലവിൽ പോലീസ് നൽകിയിട്ടില്ല. പോലീസ് വ്യക്തമാക്കിയത് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് അക്രമികളെ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. ഒപ്പം ആയുധം കൈവശം വയ്ക്കൽ, വധം, കൊലപാതകം ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തിക്കൊണ്ടുള്ള കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ഫോറൻസിക് വിഭാഗം സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഉടൻ തന്നെ അക്രമികളെ പിടികൂടും എന്നുള്ള വിവരമാണ് പോലീസ് നൽകിയിട്ടുള്ളത്. ഒപ്പം എന്താണ് ഈ വെടിവെപ്പിന് കാരണം എന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ കൂടി പുറത്തു വരാനുണ്ട്. ഈ വെടിവെപ്പിൽ പരിക്കേറ്റ രണ്ടുപേരെയും ബന്ധുക്കൾ ചേർന്നുകൊണ്ട് ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നുവെങ്കിൽ പോലും മരണപ്പെടുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് 8 മണിയോടുകൂടിയാണ്, രാത്രി 8 മണിയോടുകൂടിയാണ് പ്രതാപ് നഗറിൽ ഹർഷവിഹാർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെടിവെപ്പുണ്ടായത്. ഗൗതം. ഡൽഹി പ്രതാപ് നഗറിൽ രണ്ടുപേർ വെടിയേറ്റ് മരിച്ചിരിക്കുകയാണ്. ഈ വെടിവെപ്പിന്റെ കാരണം എന്താണെന്ന് ഇപ്പോഴും പോലീസിന് വ്യക്തമായിട്ടില്ല. അതിനാൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കുന്നുവെന്നാണ് ജിഷ്ണു കൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നത്.